മലപ്പുറം കുറ്റിപ്പുറത്ത് ദേശീയപാതയിലെ ബസ് അപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം. DCRB ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ മോട്ടോർ വാഹന വകുപ്പ്, നാറ്റ്പാക് ഉദ്യോഗസ്ഥരുമുണ്ടാകും. മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണം തുടരുകയാണ് എന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു. അപകടത്തിൽ മരിച്ച കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവിന്റെ സംസ്കാരം പൂർത്തിയായി. കുറ്റിപ്പുറം കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപം ഞായറാഴ്ച രാവിലെ 10:50ഓടെയാണ് കോഴിക്കോട് തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഡിഫൻഡർ എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവ അപകടത്തിൽ മരിക്കുകയും 39 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. എന്ത് അപകടം ഉണ്ടായാലും ഒരു 5-day എൻക്വയറി, അതിന് പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്നാണ് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പീഡ് ഗവർണർ വേണം. അപ്പോൾ സ്പീഡ് ഗവർണർ ഇല്ലാത്ത വണ്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായ നടപടികളെടുക്കും. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയെന്ന് പോലീസ്. നാളെ എല്ലാവരും കൂടി ഇവിടെ ഒരു ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. അതിനുശേഷം ഇതിന്റെ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചിട്ട് ബാക്കി ചെയ്യുന്നതാണ്. പ്രാഥമിക പരിശോധന തുടരുകയാണെന്നും ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെന്നും എൻഫോഴ്സ്മെന്റ് RTO. ഡ്രൈവറുടെ മൊഴി എടുക്കാൻ പറ്റിയിട്ടില്ല, ആള് അൺകോൺഷ്യസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ സ്പീഡുമായി ബന്ധപ്പെട്ട് പരിശോധന കൂടി നടത്തുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് കൂടി കളക്ട് ചെയ്ത് ഒരു കൺക്ലൂഷനിലെത്താനേ പറ്റുള്ളൂ. അപകട സ്ഥലത്ത് നിന്ന് 100 മീറ്റർ മാറി മൊബൈൽ ഫോണിൽ സംസാരിച്ച് ബസ് ഓടിക്കുന്ന ഡ്രൈവറുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തൃശൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ശാസ്ത എന്ന ബസ്സിലെ ഡ്രൈവറാണ് മൊബൈലിൽ സംസാരിച്ച് വാഹനം ഓടിച്ചത്. ഇത് സ്ഥിരം സംഭവമാണെന്നും നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ തിരൂർ.